അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അർഷിൻ്റെ മഹത്തായ അർഷിൻ്റെ ഉടമയായ റബ്ബിനോട് യതവല്ലാക ദുനിയാവിൽ താങ്കളെ ഏറ്റെടുക്കണമെന്നാണ്. വൽ ആഖിറത്തിലെയും താങ്കളെ ഏറ്റെടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ താങ്കൾ എവിടെയായിരുന്നാലും അനുഗ്രഹപൂർണനായിരിക്കണം, അനുഗ്രഹീതനായിരിക്കണം എന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് റബ്ബിനോട്. വഅൻ യജ്അലക മിമ്മൻ ഇദാ ഉഅതിയ ശകർ. അതേപോലെ നൽകപ്പെട്ട് കഴിഞ്ഞാൽ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളാകിത്തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം എന്നത് അവരുടെ കൂട്ടത്തിൽ നീ ആയിത്തീരണമെന്ന് ഞാൻ റബ്ബുൽ അർഷിൽ അദീം മഹോന്നതനായ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വഇദാ അദ്നബ വസ്തഗ്ഫർ. പാപം ചെയ്തു പോയാൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ. ഇതെല്ലാം ഫഇന്നഹ ഉലാഇ സലാസ്. ഈ മൂന്ന് കാര്യം നൽകപ്പെട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ അതിന് നന്ദി കാണിക്കുന്ന, എന്തെങ്കിലും ഒരു വിപത്ത് ബാധിച്ചാൽ അതിൽ ക്ഷമിക്കുന്ന, അതേപോലെ പാപങ്ങൾ വന്നുപോയാൽ അതിൽ അള്ളാഹുവിനോട് കരഞ്ഞു തേടുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഈ മൂന്ന് കാര്യം ഹാദിഹി ഇന്നഹ ഉലാഇ സലാസ്. ഈ മൂന്ന് കാര്യമാണ് ഉൻവാനു സആദ, സആദത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ ഉൻവാൻ, ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ തലവാചകം എന്നതാണ്. സൗഭാഗ്യം വേണോ, യഥാർത്ഥ സൗഭാഗ്യം വേണമെങ്കിൽ ഈ മൂന്ന് കാര്യം ശ്രദ്ധിക്കുക. നൽകപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു കാര്യം അള്ളാഹുവിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് നന്ദി കാണിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക. മൂന്നാമത്തെ കാര്യം, പാപങ്ങൾ വന്നുപോയാൽ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ, തൗബ തേടുക, പാപമോചനം തേടുക.